ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ബുക്ക് തുറന്ന് തന്നെ ചെയ്യാം. പഠിക്കാനാണ് വിചാരിക്കുന്നത് ഗൈസ്. പഠിക്കാനൊന്നും അല്ല, നോ ഗൈസ്. നമ്മളിന്നൊരു ക്യാൻഡിൽ ഉണ്ടാക്കാൻ പോണത്. ക്യാൻഡിൽ ഉണ്ടാക്കിയ കഥ പറയാതിരിക്കുന്നത് നല്ലത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടോ, തീ തെറിച്ചു ഗൈസ്. ഞാൻ ഈ ഗ്യാസിലല്ല, ഈ ഗ്ലാസ്സിലിട്ടിട്ട് തീ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതാണ്. അത് കിടന്നില്ല. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ചു, അണ്ട് തെറിച്ചു. എൻ്റെ അമ്മോ, ഭാഗ്യത്തിന് മേത്തിക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ ഗൈസ്, എൻ്റെ പെയിൻറ്റ് ബോക്സിലെ ബാക്ക് ടു കൺസെപ്റ്റ്, ഞാൻ എൻ്റെ പെയിൻറ്റ് ബോക്സിലെ 2 പെയിൻറ്റ് അട്ടെടുത്തിട്ടുണ്ട്. ഞാൻ ഇതാണ് എടുക്കണം. വൈറ്റും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വൈറ്റ് എടുത്തു. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് നമ്മൾ വൃത്തിയാക്കി എടുക്കണം. ഞാൻ ട്രാൻസിഷനാണ് ഉദ്ദേശിച്ചത്, കറക്റ്റായ നിങ്ങൾ പറയുക. അപ്പോൾ ഇത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത്രയും വെള്ളം ഒഴിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ക്യാൻഡിൽ ഉണ്ടാക്കാൻ ക്യാൻഡിലാണ് വേണ്ടത്. അതെല്ലാവർക്കും അറിയുന്നൊരു സംഭവമായിരിക്കും. ഈ ക്യാൻഡിലാണ്. ക്യാൻഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാൻ കിട്ടുമോ. ക്യാൻഡിൽ സെയിം തന്നെയാണ്, ഈ ക്യാൻഡിലാക്കുന്നുണ്ട്. അപ്പോൾ ചെറുത് മതി, ചെറിയ ബോട്ടിലായതുകൊണ്ട് ചെറുത് മതി. അപ്പോൾ നമ്മളിതിലിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കിയിട്ടുണ്ട്. ഉരുക്കുന്നവരെ ജസ്റ്റ് ഇത് കാണാം. അത് ഭയങ്കര ഒച്ചുള്ള ഗ്ലാസ്സൊക്കെ ഇറങ്ങിയിടുന്നു ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ഉരുക്കിയിട്ട് വരാം. ഇത് ഉരുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ കുറേ പേപ്പറിട്ട് അവസാനമൊക്കെ കിടുന്നില്ല. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് അപ്പോൾ അത് ഫുള്ളായിട്ടുണ്ട് ഇറക്കിത്തറിയാതെ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വെള്ളത്തിൻ്റെ കളർ മാറ്റിയിട്ടുണ്ട്, ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ഗൈസ്. എന്നുവെച്ചാൽ ബ്ലാക്ക് ആക്കുന്നതിന് വെറുതെ കളർ മാറ്റിയതാണ്. ബ്ലാക്ക് എന്ന് തന്നെ കറക്റ്റ് എടുക്കാൻ കാരണം എനിക്ക് ബ്ലാക്ക് ഇഷ്ടമുള്ളത് കൊണ്ടും ആണ്. വേറെ കാര്യം, ഞാൻ ഈ പേപ്പർ ഇട്ടതുകൊണ്ട് തന്നെ പേപ്പറിൻ്റെ ലാസ്റ്റ് കരി വരുമല്ലോ. അങ്ങനെ കരി വന്ന് ആ മെഴുകിൻ്റെ ഒപ്പം ബ്ലാക്ക് കളറാവും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതും ബ്ലാക്ക് ആയിക്കോട്ടെ. ഇത് 2 കാര്യങ്ങളാണ് ഞാൻ ബ്ലാക്ക് എടുക്കാൻ കാരണം. അപ്പോൾ ഞാൻ ഈ ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കും. നമ്മളിത് മെഴുകൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബോട്ടിലേക്കൊന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉരുക്കി കൊടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഉരുക്കി ഒഴിക്കുമ്പോൾ അപ്പം തന്നെ ഇടണം. അല്ലെങ്കിൽ അത് ഇടാൻ പറ്റില്ല, അത് അപ്പം തന്നെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇടാൻ പറ്റത്തില്ല. അപ്പം ഞാനെങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അത് വലിപ്പം കൂടുതലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മുറിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ക്യാൻഡിൽ വർക്കാവുമെന്നാണ് ഗൈസ് നോക്കുന്നത്. അവിടെ 3 പ്രാവശ്യം ക്യാൻഡിൽ ഉണ്ടാക്കിയില്ല. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് വർക്കിങ്ങാണ്. ഒരു വട്ടം ഞാൻ ഉണ്ടാക്കിയത് ഫ്ലോപ്പായിരുന്നു, ഒരു വട്ടം ഞാൻ ഉണ്ടാക്കിയത് റെഡിയായിരുന്നു. ഇതും റെഡിയാണ്. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.